ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ, ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജിത്തുവിന് കുറച്ച് ശരീരത്തിന് സുഖമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. ഇത് മുന്നേ എടുത്ത വീഡിയോ ആണ്, ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇതേ രാവിലെ ഞാനിപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഉറക്കം ഇനി തലേന്ന് മീനൊക്കെ വെട്ടിക്കഴുകി വെച്ചിരുന്നു കേട്ടോ. ശേഷേട്ടനും ജോലിയുണ്ട്, അപ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ വെക്കുവാണ്. ഇതേ അപ്പം നേരം വെളുത്ത് വരുന്നുണ്ട്. ഞാൻ അങ്ങനെ കഞ്ഞിക്കൊക്കെ അടുപ്പിട്ടു. പിന്നെ അബിക്കുട്ടൻ്റെ സ്കൂളും ഉണ്ട്. ഇന്നത്തെ ദിവസമാണെങ്കിൽ നമുക്ക് അബിക്കുട്ടൻ്റെ സ്കൂൾ ഉച്ചയ്ക്ക് ശേഷം പോകണം. അതുകൊണ്ടൊക്കെയാണ് രാവിലെ തന്നെ മീൻകറിയും ചോറും എല്ലാം വെച്ച് വേലയൊക്കെ ഒതുക്കുന്നത്. ഇന്ന് പേരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ, അപ്പോൾ അതിന് പോയേ പറ്റുള്ളൂ. അബിക്കുട്ട ഇപ്പോൾ 1ാം സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. അപ്പോൾ LKG UKG ഞാൻ പേരൻസ് മീറ്റിംഗൊന്നും പോയിട്ടേ ഇല്ല. കാരണം ജിത്തുട്ടിനോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടെ കൊണ്ട് ഞാൻ അവിടെ സ്കൂളിൽ ഇൻഫോം ചെയ്തായിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ പറയുന്നത് കൊച്ചിത്തിരി വളർന്നില്ല, അപ്പോൾ എല്ലാ പേരൻസ് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണം, കൊച്ചിൻ്റെ പ്രോഗ്രസ്സൊക്കെ സൈൻ ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ജിത്തുട്ടിനെയും കൊണ്ട് നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് പോകാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ചു, അതിനുശേഷം ചായ ഇടുവാണ്. അടുക്കളയിൽ ഈ ലൈറ്റിന് വെട്ടം കുറവാണ് കേട്ടോ, അപ്പം വീഡിയോയിൽ വെട്ടം കുറവായിരിക്കും, അത് ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. അപ്പം നല്ലവണ്ണം നേരം വെളുത്തു. അപ്പോൾ രാവിലെ തന്നെ ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മഴയൊക്കെ കുറച്ച് കുറവാണ്, രാവിലെ തന്നെ നല്ല കാറ്റുമൊക്കെയാണ്, അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടിനോട് ചേർന്ന വാഴത്തോട്ടാണ് കേട്ടോ. ഞാൻ പല വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ചുമന്ന കപ്പപ്പഴത്തിൻ്റെ വാഴയാണ് കേട്ടോ. ഇത് നട്ട് പകുതി ആയതേ ഉള്ളൂ. ഇത് നല്ല വിളവാകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മളെ വീട് പൂജാ റൂമിൻ്റെ അടുത്തോട്ട്, അതിനപ്പുറത്ത് അനിയൻ്റെ വീടാണ്. ആ ഭാഗത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഉള്ളിലോട്ട് കാടാണ് കേട്ടോ, അവിടെയൊന്നും ആരും താമസമൊന്നുമില്ല, നല്ല റബ്ബർ കാടാണ്. അപ്പോൾ രാവിലെ നല്ല ചൂടുള്ള ചായ കുടിച്ചിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ ഇരിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ ജോലികളൊക്കെ തുടങ്ങുന്നത് 7 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം റെഡി ആവണം. പിന്നെയാണ് അബിക്കുട്ടനെ എഴുന്നേറ്റിട്ട് അബിക്കുട്ടനെ റെഡിയാക്കേണ്ടത്. 8 മണിയാകുമ്പം വീട്ടിൽ ഓട്ടോ വരും കേട്ടോ. അപ്പോൾ അവനെ പറഞ്ഞു വേണം. അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ തിളച്ചു, അരി വേവാറായി. ഇനി എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മീൻ കറി വയ്ക്കണം. മീൻ കറിക്ക് ഇനി തേങ്ങയൊക്കെ തിരുവണം. ചില സമയങ്ങളിൽ നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. ജിത്തുട്ടൻ നല്ല ഉറക്കത്തിലായിരിക്കും. ചില സമയങ്ങളിൽ എൻ്റെ കൂടെ എഴുന്നേക്കും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവനെ ഇടുപ്പിൽ വെച്ചുകൊണ്ടൊന്നും നമ്മൾ ജോലിയാണ് ആകെ ടയർഡ്. ഒറ്റയ്ക്ക് തന്നെ ജോലി ചെയ്യുന്നതിന് എനിക്ക് ഇപ്പം പാടാണ്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ മീൻകറി അടുപ്പിലാക്കി. മീൻകറിയിൽ ഞാൻ കൊച്ചുള്ളി ഇങ്ങനെ അരിഞ്ഞ് ഇടും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണത്. സെഷനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഇടണമെന്ന്. പിന്നെ മീൻ വറുക്കാണ്ട് വരെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് മീൻ വറുക്കണം. അതിന് മുന്നേ ഞാൻ 2 മുട്ട എടുത്ത് ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചിട്ട് ഇനി അതിലൂടെ ഇഡ്ഡലി പുഴുങ്ങാൻ പോകണം കേട്ടോ. ഇഡ്ഡലി പുഴുങ്ങിയിട്ട് ചട്നിയാണ് വെക്കുന്നത്. എല്ലാം കഴിഞ്ഞ് സൈഷേട്ടനെ വിട്ടു, അബിക്കുട്ടനെ വിട്ടിട്ട് ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ കുളിച്ചു കേട്ടോ. 3 മണിക്കാണ് പേരൻസ് മീറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോയി. അപ്പോൾ അതിന് മുന്നേ തന്നെ 1 മണി വരെ അബിക്കുട്ടന് സ്കൂളിലായിരുന്നു. വീട്ടിൽ വന്ന് അബിക്കുട്ടന് ചോറ കൊടുത്തിട്ട് റെഡി ആയിട്ട് 3 മണിക്ക് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് സ്കൂളിലേക്ക് പോകണം കേട്ടോ. ആദ്യം തന്നെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രസംഗവും പ്രിൻസിപ്പലിൻ്റെ പ്രസംഗവും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പോയിരുന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഫുള്ളും തമിഴാണ് സംസാരിക്കുന്നത്, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ചിലർ തമാശ പോലെ എവിടെയെന്ന് പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. എനിക്കറിയാം എന്താ കോമഡിയാണ് പറയുന്നതെന്നും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും കേട്ടോ. ലാസ്റ്റ് പിന്നെ ചായയും സ്നാക്സൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് മീറ്റിംഗ് കഴിയാറായി. അങ്ങനെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പം മുന്നേ ആണെങ്കിൽ ഞാൻ അബിക്കുട്ടൻ്റെ കൂട്ടുകാരിയുടെ ഒരു അമ്മ ഉണ്ടായിരുന്നു, അവർ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു ഇവരെന്താണ് പറയുന്നതെന്ന്. ഇപ്രാവശ്യത്തെ പേരൻസ്മെൻ്റ് അയാൾ വന്നില്ല കേട്ടോ, അന്ന് ലീവായിരുന്നു. അപ്പോൾ അതേ അബിക്കുട്ടൻ്റെ പല്ലെല്ലാം പോയിരിക്കുകയാണ്. അവൻ മൊബൈലിൽ നോക്കിയിട്ട് പല്ല് നോക്കുവാണ് കേട്ടോ. പിന്നെ ജനഗണമന പാടിയിട്ട് പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ നമ്മളിനി പ്രോഗ്രസ് കാർഡ് ഒപ്പിടേണ്ട സമയമാണ്. അപ്പോൾ ചെന്ന് പ്രോഗ്രസ് കാർഡൊക്കെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ടൈമിൽ എല്ലാ മന്തിലും എക്സാം നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ മാസം വന്ന് സൈൻ പോട്ട് കൊടുക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കണം. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊന്നും അവരും ടീച്ചേഴ്സിനെ കണ്ടു തരുന്നില്ല. എനിക്ക് ഒരേ ടീച്ചറിനെ മാത്രമേ കാണേണ്ടതുള്ളൂ, തമിഴ് ടീച്ചറെ. എനിക്കത് പറഞ്ഞാൽ മതി. കാരണം എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യമൊക്കെ ഞാൻ ടീച്ചറോട് സംസാരിച്ചു. അതിനുശേഷം നമ്മളെ കൂടെ വന്നവരുടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അബിക്കുട്ടൻ്റെ സ്കൂൾ ഇതാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ചായയിട്ട് ചായയുടെ കൂടെ ബോളിയായിരുന്നു കഴിക്കാൻ. ഞങ്ങളത് ചായ കഴിക്കുവാണ്.
ജിത്തൂട്ടിന് ചായയും പാലും ഒന്നും കൊടുത്തു തുടങ്ങിയില്ല കേട്ടോ, കാരണം 1 വയസ്സാവാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ചൂടുവെള്ളമൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തിരുന്ന് ഭയങ്കര കളിയിലാണ്. പിന്നെ കുറച്ച് നേരം അബിക്കുട്ടനും ജിത്തുട്ടനും കളിച്ചു. പിന്നെ കുറച്ച് നേരം ഹോംവർക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൈഷൻ്റെ അച്ഛൻ മേടിച്ചോണ്ടെന്ന് പറയാനാണ് കേട്ടോ. അത് സ്വീറ്റ് ബണ്ണാണ്. ഇതിൽ അബിക്കുട്ടന് വലിയ താല്പര്യമില്ല ഇത് കഴിക്കാൻ. മുട്ട പപ്സിനോടാണ് താല്പര്യം ആൾക്ക് കേട്ടോ. അങ്ങനെ അവനത് കഴിച്ചില്ല. ഞാൻ അത് കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ അനിയനും ചേട്ടനോട് ഭയങ്കര കളിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നടന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.